അങ്ങനെ ഞങ്ങൾ നാട്ടിലെ വീട്ടിലെത്തിയപ്പോൾ അമ്മയായിരുന്നു ഫ്രണ്ടിലോട്ടുള്ള ബാക്ക് സൈഡിലാണ് നിന്ന്. അമ്മ എപ്പോഴും വീടെല്ലാം പൂട്ടിയിട്ടിട്ടേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അടുക്കള വശം വഴി പോയി. അടുക്കളത്തിൽ സെപ്പറേറ്റ് ഒരു അടുക്കള വെച്ചിട്ടുണ്ട്, അവിടെയാണ് അമ്മ എപ്പോഴും ഇരിക്കൽ. പിന്നെ ഞാൻ പോയപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ഉലുവ ചീര വാങ്ങിക്കൊണ്ട് പോയായിരുന്നു. അത് അമ്മ ഉടനെ തന്നെ ക്ലീൻ ചെയ്തു. പിന്നെ ഞങ്ങളെ കാണാൻ അച്ഛൻ വന്നായിരുന്നു. അച്ഛൻ മീനും കപ്പയെല്ലാം വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ പരിപാടികൾ ഇതെല്ലാം പറഞ്ഞ് അവരെ കഥയൊക്കെ കേൾപ്പിക്കുകയായിരുന്നു അച്ഛനെ. അച്ഛൻ ചോദിച്ചു ഇതെങ്ങനെയാണ് യൂട്യൂബ് എന്നാണ് എന്താ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനൊരു വലിയൊരു എക്സ്പ്ലെയിൻ തന്നെ ചെയ്തു കൊടുത്തു. ഇതുവരെ ഇട്ട വീഡിയോകളും അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ അച്ഛനെ പറഞ്ഞ് കേൾപ്പിച്ചു. പിന്നെ അച്ഛനും എന്നെ കുറേ നേരം കളിയാക്കിക്കൊണ്ട് നിനക്ക് വേറെ പണിയില്ലേടി, നിൻ്റെ ഈ വീഡിയോ ആരെങ്കിലും കാണാനുണ്ടോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛൻ എന്നെ ഇങ്ങനെ ഇട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് അടുത്ത് എന്തെങ്കിലും വീട്ടിൽ ജോലി കൊണ്ട് ചെയ്യാമെന്ന്. ഭയങ്കര ഉറക്ക ക്ഷീണം അങ്ങനെ ഇതായിരുന്നു. പിന്നെ എൻ്റെ ഈ വർത്താനവും യൂട്യൂബിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ അമ്മയ്ക്കും ഒരു ഇതായി. അമ്മയും ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അച്ഛൻ്റെ കൂടെ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പാചകത്തിൽ എൻ്റെ ഗ്യാസെല്ലാം ഒന്ന് തുടച്ചും പറക്കിയൊക്കെ വെച്ചുകൊണ്ട് നിന്ന്. ഗ്യാസൊന്നും അമ്മ ഉപയോഗിക്കത്തില്ല, ഞാൻ പോകുമ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് ഗ്യാസെല്ലാം ഒന്ന് തുടച്ച് പറക്കി ക്ലീൻ ചെയ്തെടുത്ത് അതിൽ വെച്ചിട്ടാണ് പിന്നെ ഈ ഉലുവ ചീര കുഞ്ഞായിട്ട് അമ്മ ഒന്ന് അരിഞ്ഞു തന്നു. അതിനെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അമ്മ 14 വർഷം അച്ഛൻ്റെ കൂടെ ആർമിയിലായിരുന്നു. അച്ഛനും ആർമിയാണ്, ചേട്ടൻ്റെ അച്ഛൻ. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി, നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ. അപ്പോൾ ഞാൻ എപ്പോൾ പോയാലും ഇതുണ്ടെങ്കിൽ ഈ ഉലുവ ചീര മേത്തിയില എന്ന് പറയും, ഇത് വാങ്ങിക്കൊണ്ടു പോകും. പിന്നെ അമ്മ കപ്പയൊക്കെ കഴുകിക്കൊണ്ടുവന്ന് അതും ഒരു അടുപ്പിലങ്ങ് വെച്ച്. പിന്നെ ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മേരെ ഒരു കൂട്ടുകാരി വീട്ടിലോട്ട് വന്നു. തൊഴിലുറപ്പിന് പോയിട്ട് വന്നതാണ് അമ്മേരെ ഫ്രണ്ട്. ഞങ്ങളെ കാണാനുള്ള വരവാണ്. സുഭദ്ര എന്ന അമ്മമ്മയുടെ പേര്. നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. ഇത് സൈഡിൽ കയറി വന്നത്. ഇത് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് അമ്മമ്മ അറിയില്ല. ലക്ഷ്മി രമിത്ര. ലക്ഷ്മി എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അമ്മമ്മ കൂട്ടുകാരെ കുറിച്ച് രണ്ട് വാക്കൊന്നും പറയാൻ. എത്ര വർഷങ്ങളോളം അറിയാം. 60 വർഷമായി ഞാൻ വന്നിട്ട്. പറ, അമ്മമ്മക്ക് 60 വയസ്സേ ആയുള്ള? എനിക്ക് 60 അല്ല, എനിക്ക് 70, 80, 90 വയസ്സായി. സത്യം? എന്നിട്ട് 60 വയസ്സേ ആയുള്ളതാ? 60, 30, 90. ഈ അമ്മമ്മയെ കണ്ടിട്ട് നടക്കുന്നു. അല്ല, ഈ അമ്മമ്മയെ കണ്ടിട്ട് 60 വർഷമായി. ഇവിടെ കണ്ടിട്ട് 60 വർഷമായി. അമ്മമ്മ എന്ത് വയസ്സാവാത്തെ? എന്താണ് ഞാൻ ചോദിക്കുന്നത്? ഇത് എന്റെ ഇളയതല്ലേ. അന്ന് അച്ഛൻ പറഞ്ഞ് ഇതിന് ഒരു വേലയ്ക്കും വിടല്ലേ അമ്മ അച്ഛനും. എന്നിട്ട് റാണിയായിട്ട് ജീവിച്ചല്ലേ? അച്ഛനെന്തിന് ജോലിക്ക് പോണേ? അത് തന്നെ, അതുകൊണ്ട് പോവല്ലേ എന്ന് പറഞ്ഞു. അമ്മയുടെ അച്ഛനും ആർമിയിലാണ്, അമ്മയുടെ ഭർത്താവും ആർമിയിലാണ്. രണ്ടുപേരും ആർമിക്കാരായതുകൊണ്ട് അമ്മ എന്തിന് തൊഴിലുറപ്പിന് പോകണമെന്ന് അമ്മ ജോക്ക് അടിച്ചത്. പിന്നെ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. നിങ്ങൾ അവിടെ എന്തമ്മ ഒരു ഷോക്ക് അമ്മക്ക്? 35 വയസ്സ് വരെ ഞാൻ നിന്നെ സഹിക്കണോ? എന്ത്, ഞാനാണ് അമ്മയെ സഹിക്കണേ. എന്തോന്ന് കോലോ? ഭയങ്കര ചൂടല്ലേ? ഇത് സെപ്പറേറ്റ് ഒരു അടുപ്പ് വെച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് വെള്ളം ചൂടാക്കാനാണ്. പിന്നെ പ്രത്യേകം വെളിയിലൊരു അടുക്കള തന്നെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഇരുന്നായിരുന്നു ഞങ്ങളുടെ സംസാരവും ആഹാരം കഴിക്കലും എല്ലാം. എന്നാൽ ഞങ്ങൾ പോയത് മുതൽ കറണ്ടില്ലായിരുന്നു, ഒടുക്കത്തെ ചൂടുമാണ്. അതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഇത് സഹോദരിയുടെ മോനാണ് പ്രണവ്. പിന്നെ അവനും വന്നു. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. ഞാനും അമ്മയും കൂടെ താഴെ ചേട്ടൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇത് അമ്മയുടെ അനിയത്തിയുടെ വീടും കൂടെയാണത്, അച്ഛൻ്റെ അനിയൻ്റെത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മാരേജ് ആയിരുന്നു. അപ്പോൾ അവരെ വീട് ഇവിടെ അടുത്താണ്, അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. ഇതൊരു ചെറിയ ഇടുക്ക് വഴി കൂടെയാണ് പോകുന്നത്. ഇവിടെ വഴിയാണ് ബുദ്ധിമുട്ട്, ഒട്ടും വഴിയില്ല, നടന്നു പോകാനേ പറ്റത്തില്ല. ശരിക്കും നോക്കിപ്പോയില്ലെങ്കിൽ പണി കിട്ടുന്നതാണ്. പിന്നെ ഞാനും അമ്മയും കൂടെ പതുക്കെ തപ്പിപ്പിടിച്ച് അങ്ങനെ പോയി. ഇത് പണ്ട് മുതലേ ഉള്ളൊരു ചാലാണ്, ആൾക്കാർ കുളിക്കുന്ന ചാലാണ്. ഉറവ വെള്ളമാണ് ഇവിടെ വരുന്നത്. പിന്നെ ഊറ്റുവെള്ളം. അങ്ങനെ ഞങ്ങൾ പിന്നെ ചേട്ടൻ്റെ കുട്ടൻ ചേട്ടൻ്റെ അവിടെ പട്ടാളത്തുകാരനാണ്, റിട്ടയർഡായി. ഇതാണ് ചേട്ടൻ്റെ വീട്. അച്ഛൻ്റെ അനിയൻ്റെ വീടുമാണ്, അമ്മയുടെ അനിയത്തിയുടെ വീടുമാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വന്ന് ഞാനും അമ്മയും കൂടെ. പൊന്നി നേരത്തെ ഇവിടെ ഓൾറെഡി ഇരിപ്പാണ്. പിന്നെ ഇത് അച്ഛൻ്റെ അനിയനും അച്ഛൻ്റെ ഫോട്ടോയും, രണ്ടുപേരും മരിച്ചു. അതുകൊണ്ട് അവരെ ഫോട്ടോ ചേട്ടൻ വീട്ടിലിങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇതും ചേട്ടൻ്റെ റിലേഷനിലുള്ള 2 കുഞ്ഞുങ്ങളാണ്, അവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു.
എന്തെല്ലാം കറികളുണ്ടെന്ന്? ചോറുണ്ട്, രസമുണ്ട്, പൊരിച്ച മീനുണ്ട്, കറിയുടെ എന്തിന്? എരിവുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ തന്നെ ഓ വല്യമ്മ പാറേ ഹായ് പറ ഹായ്. കുട്ടൻചേട്ടന് 2 പെൺകുട്ടികളാണ്, ശില്പയും ശാലുവും. ഒരാൾ ഡെൻ്റലിന് പഠിക്കുന്നു, ഒരാൾ എൻജിനീയറിംഗ് പഠിക്കുന്നു. ഇത് ശില്പ, അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശാലു നാളെ നെക്സ്റ്റ് ഡേ വരേ ഉള്ളൂ. വന്നിട്ട് അവൾ PGയിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് 2 ദിവസം നിൽക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവളെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ, വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഞങ്ങളങ്ങനെ സംസാരിച്ചിട്ട് അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, അതുമായിട്ട് ഇങ്ങനെ കളിച്ച് ഞങ്ങളുടെ ഡോറയുടെ കാര്യവും എല്ലാം പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ചൂട്ട് വേണം, അതായത് ഓല ഉണങ്ങിയത്. അമ്മയ്ക്ക് വെള്ളം ചൂടാക്കാനായിട്ട് ഒരുപാട് ചൂട്ട് ആവശ്യമാണ്. അമ്മയ്ക്ക് എവിടെ കണ്ടാലും ചൂട്ട് വേണം. അതുകൊണ്ട് അത് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ വെട്ടിത്തരാം എന്ന് പറഞ്ഞ് ഞാൻ അമ്മയും വിളിച്ചുകൊണ്ട് ചൂട്ട് വെട്ടാൻ പോയി. മരുമോളൊന്നും ചെയ്യാൻ പാടില്ല. നിർത്തിയിരുന്നൂടെ? എന്തിനിത്? എല്ലാരും കാണട്ടെ ബാ. ഇല്ല ഒപ്പിയില്ല ഞാൻ. അങ്ങനെ ഞങ്ങൾ ചൂട്ടൊക്കെ കൊണ്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. അമ്മ ചൂടുവെള്ളത്തിലുള്ള കുളിയാണ്, അതുകൊണ്ടാണ് ഈ ചൂട്ടിൻ്റെ ആവശ്യം വരുന്നത്. പിന്നെ ഞങ്ങൾ തോട്ടിലോട്ടൊക്കെ ഇറങ്ങി കുറച്ച് കൈയും കാലുമൊക്കെ കഴുകാൻ തുടങ്ങി. ഇത് നല്ല വെള്ളമാണ്, ഇവിടെ പാമ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുളിക്കാൻ വരാത്തത്. പണ്ട് കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ വന്നായിരുന്നു കുളിക്കൽ. അങ്ങനെ ഒരു ദിവസം പാമ്പിനെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാൻ വരത്തില്ല ഇവിടെ. പിന്നെ ഞങ്ങൾ ഈ ചൂട്ടെല്ലാം പിന്നെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. അമ്മ മുന്നേ നടന്നു. പിന്നെ അവിടെ പോയപ്പോൾ വീടിൻ്റെ അടുത്തുള്ള കുട്ടൻ നമുക്ക് ചക്ക തന്നു. എനിക്ക് ചക്ക അവിയൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ചക്ക അവിയൽ വെക്കാമെന്ന് പറഞ്ഞ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നിർത്തി.